യെസ് മക്കളെ, ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി, പ്രാധാന്യത്തെ പറ്റി ആദ്യം സാറ് ഒരു 2 വാക്കിൽ പറയാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിട്ടുള്ള ചാപ്റ്റർ ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അല്ലേ? യെസ്, ആ പേരിലുണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ആ ഒരു പ്രോബ്ലംസ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായും ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ്ലി ഈ ഒരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക, എഴുതി മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിന്. കാരണം ക്വസ്റ്റ്യനിലാണ് നമുക്ക് ആൻസറിനുള്ള ഒരു കീവേഡ് ഒളിഞ്ഞിരിപ്പുണ്ടാകും. ആ കീവേഡ് കണ്ടുപിടിച്ച് ഇക്വേഷൻ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ. ആ ചലഞ്ച് എൻ്റെ മക്കൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് സാർ ഉറപ്പ് തരികയാണ്. അതിനൊരു തെളിവായിട്ട് ഈ ക്ലാസ് സാർ തരികയാണ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്കും ആൻസേഴ്സിലേക്കൊക്കെ പോകാം. അതിന് മുന്നായിട്ട് സാർ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ 2 മെത്തേഡുകളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് മക്കളെ, യെസ്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്, വർഗം പൂർത്തീകരിക്കൽ. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുക എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, അത് സാർ ഇപ്പോൾ പറഞ്ഞു തരാം. എപ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുക? തിങ്സ് ടു റിമെമ്പർ. ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് വിചാരിക്കാം, യെസ്, x² പ്ലസ് 6x ഈക്വൽ ടു 15. ഓക്കെ മക്കളെ, ഇതൊരു ഇക്വേഷൻ ആണ്. കാരണം ഈക്വൽ ടു സൈനുള്ള എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണത് ഇക്വേഷൻ. ഓക്കെ മക്കളെ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് സ്വീകരിക്കുക? അതാണ് സാറ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, കോഎഫിഷ്യന്റ് ഓഫ് x² ഈസ് 1. എപ്പോഴും x² കോഎഫിഷ്യൻ ഗുണോത്തരം എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യാനുള്ള ആദ്യത്തെ ക്രൈറ്റീരിയയാണ്, ആദ്യത്തെ മാനദണ്ഡമാണ് എന്ത് മക്കളെ? കോഎഫിഷ്യന്റ് ഓഫ് x² 1 ആയിരിക്കണം. സെറ്റ് ആണല്ലോ? ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാടാ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം റൈറ്റ് സൈഡിൽ ഉണ്ടാകണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഓക്കെ, ഇവിടെ x² ഉണ്ട്, 6x ഉണ്ട്, ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഒരു നമ്പർ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിൽ ഒരു നമ്പർ ആയിരിക്കണം. അതാണ് ഈ പോയിന്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ x² സൈൻ പോസിറ്റീവ് ആയിരിക്കണം. x² സൈൻ ഇവിടെ പോസിറ്റീവ് ആണ്, അതുപോലെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഈ കണ്ടീഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ 3 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ സാറ് പറയാം. കോഎഫിഷ്യന്റ് ഓഫ് x² 1 ആയിരിക്കണം. x² ഗുണോത്തരം കൂടെയുള്ളത് എന്നാലോചിച്ചാൽ മതി, അത് 1 ആയിരിക്കണം. അതുപോലെ കോൺസ്റ്റന്റ് ടൈം എപ്പോഴും ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിൽ ഉണ്ടാകണം. അതുപോലെ x² കോഎഫിഷ്യന്റ് എപ്പോഴും എന്തായിരിക്കണം? x² സൈൻ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യുന്നത്? എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക. ഓക്കെ, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അത് എടുക്കുക. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 6 ആണ്. സപ്പോസ് 6 നമ്മൾ എടുത്തു. ക്ലിയർ ആണല്ലോ? ഇനി അതിന്റെ പകുതി എടുക്കുക. 6ന്റെ പകുതി എത്രയാടാ? 3 ആണല്ലേ? 6/2 = 3. അവന്റെ സ്ക്വയർ എടുക്കുക. 3യുടെ സ്ക്വയർ എടുത്ത് 2 സൈഡിലും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിന്റെ പ്രൊസീജിയർ. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ സാർ പറയാം. ആദ്യം നമ്മൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. യെസ്, ആ പകുതിയുടെ സ്ക്വയർ ഉപയോഗിച്ച് 2 സൈഡിലും ആഡ് ചെയ്യുക. ഓക്കെ, സാർ ഇപ്പോൾ കാണിച്ചു തരാം. 3ന്റെ സ്ക്വയർ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ 3ന്റെ സ്ക്വയർ 2 സൈഡിലും ആഡ് ചെയ്യുക. x² പ്ലസ് 6x പ്ലസ് 3² ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തു. ഇനി അപ്പുറത്തും ആഡ് ചെയ്യുക, റൈറ്റ് സൈഡിലും 3² ആഡ് ചെയ്യുക. ഇതാണ് എന്ത്? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യുന്ന രീതി. ക്ലിയർ ആണല്ലോ? യെസ്, അപ്പോൾ ഏകദേശം നമുക്ക് ക്ലിയർ ആണ്. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സാർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. യെസ്, മേക്ക് ഇറ്റ് ഇൻ ടു a+b² ഓർ a-b² ഫോം. ഓക്കെ അല്ലേ മക്കളെ? നമുക്കിതിനെ a+b² ഫോമിലോ അല്ലെങ്കിൽ a-b² ഫോമിലോ മാറ്റാൻ പറ്റും. അതിലേക്ക് മാറ്റാം. ഇതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിന്റെ പ്രൊസീജിയർ. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ മെത്തേഡ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ആണ്. ക്ലിയർ ആണല്ലോ? എപ്പോഴാണ് നമ്മൾ ഇക്വേഷൻ മെത്തേഡ് സ്വീകരിക്കുക?
എപ്പോഴാണ് ഇക്വേഷൻ മെത്തേഡ് സ്വീകരിക്കുക? ശ്രദ്ധിച്ചിരിക്കുക, ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിൽ എപ്പോഴും 0 ആയിരിക്കണം. ശ്രദ്ധിക്കുക, ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിൽ എപ്പോഴും 0 ആയിരിക്കണം. മാത്രമല്ല നമ്മുടെ ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ x² പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. കാരണം ഈക്വൽ ടുയുടെ റൈറ്റ് സൈഡിൽ 0 ആണല്ലോ. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. എന്താണ് a എന്ന് പറഞ്ഞാൽ മക്കളെ, x² കോഎഫിഷ്യന്റ് ആണ് a. x² കൂടെയുള്ളതാണ് a. ഇവിടെ നോക്കിയാൽ അറിയാം x² കൂടെ 1 ആണ്. സോ ഇവിടെ a ഈക്വൽ ടു 1 ആണ്. സെറ്റ് ആണല്ലോ. ഇനി b എന്ന് പറഞ്ഞാൽ x കൂടെയുള്ളതാണ് b. ഓക്കെ അല്ലേ? ഇവിടെ x കൂടെ 5 ആണ്. സോ ഹിയർ b ഈക്വൽ ടു 5. ഇനി c എന്ന് പറഞ്ഞാൽ ഈ x ഉം x² ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ് c എന്ന് പറഞ്ഞാൽ. ഇവിടെ c എന്ന് പറഞ്ഞാൽ 6 ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു ടൈപ്പാണ് ഇക്വേഷൻ മെത്തേഡിൽ നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ 2 മെത്തേഡ് നമ്മൾ പഠിച്ചു, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ആൻഡ് ഇക്വേഷൻ മെത്തേഡ്. ക്ലിയർ ആണെന്ന് സാറ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാർ കാണിക്കാടാ. യെസ്. വാട്ട് നമ്പർ ആഡഡ് ടു x² പ്ലസ് 8x ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? മക്കളെ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. x² പ്ലസ് 8x, ഇക്വേഷൻ അല്ല, ഒരു ടേം തന്നിട്ടുണ്ട്. x² പ്ലസ് 8x, അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുന്നതിന് ഏത് നമ്പറാണ് ആഡ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനോട് കൂടി ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്താൽ ഇത് മൊത്തം എന്തായിട്ട് മാറും? പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. ആ മാറ്റാൻ വേണ്ടി നമ്മൾ ഏത് നമ്പറാ ആഡ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. യെസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സാറ് വിശദമായി പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് മനസ്സിലാക്കുക. മക്കളെ, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. 2ന്റെ സ്ക്വയർ എന്താ? 4 അല്ലേ? 3ന്റെ സ്ക്വയർ എന്താ? 9 അല്ലേ? 4ന്റെ സ്ക്വയർ 16. മക്കളെ, ഇതിലേക്ക് വിളിക്കുന്ന പേരാണെന്ത്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ നമുക്ക് ഇവിടെ ഒരു നമ്പർ ആഡ് ചെയ്യണം. സാറിവിടെ 4² ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സാർ 4² ആഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്? ശ്രദ്ധിക്കുക, നമ്മൾ യെസ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യാനുള്ള രീതി സാർ നേരത്തെ പറഞ്ഞു. എക്സിന്റെ കൂടെയുള്ള ആള് നോക്കുക. ഓക്കെ, ഇവിടെ 8 ആണ്. ആ 8 എടുക്കുക. 8ന്റെ പകുതി 8/2 എടുക്കുക. 4 കിട്ടും. ക്ലിയർ ആണല്ലോ? ആ 4ന്റെ സ്ക്വയർ ആണ് ആ 2 സൈഡിലും നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞു. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് 4² ഇവിടെ ആഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക? അതിനുള്ള എക്സാമ്പിൾ സാർ പറയാം. അപ്പൊ സപ്പോസ് നമ്മുടെ ഇക്വേഷൻ x² പ്ലസ് 8x പ്ലസ് 4² ആണ്. x² നമുക്ക് എങ്ങനെ എഴുതാടാ? x ഇൻറ്റു x എന്ന് എഴുതാം അല്ലേ? 4² നമുക്ക് 4 ഇൻറ്റു 4 എന്ന് എഴുതാം. ഓക്കെ, ഇവിടുന്ന് ഒരു എക്സും ഇവിടുന്ന് ഒരു 4ഉം എടുക്കുക. നടുക്ക് ഇവിടെ എല്ലായിടത്തും പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ട് കൊടുക്കുക. യെസ്, ഓൾ സ്ക്വയർ. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് സ്ക്വയർ രൂപം എന്ന് പറഞ്ഞാൽ. യെസ്, അപ്പോൾ ഇപ്പോ ഇതെന്തിലേക്ക് മാറിയടാ? കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ട് മാറി. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് സ്ക്വയർ ആക്കാൻ നമ്മൾ ഏത് സംഖ്യയുടെ ആഡ് ചെയ്തേ? യെസ്, 4ന്റെ സ്ക്വയർ ആണ് ഇവിടെ ആഡ് ചെയ്തത്. ആ 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താടാ? 16 ആണ്. മനസ്സിലാക്കുക. സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം x² പ്ലസ് 8x തന്നിരുന്നു. അതിനോട് 4² ആഡ് ചെയ്തപ്പോൾ അതെന്തായി മാറി? കംപ്ലീറ്റ് സ്ക്വയർ ആയി മാറി. സോ നമ്പർ ടു ബി ആഡഡ്, നമ്മൾ ആഡ് ചെയ്യേണ്ട നമ്പർ എന്താടാ? 16 ആണെന്ന് മനസ്സിലായി. സെറ്റ് ആണല്ലോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. യെസ്, എല്ലാവരും ഈ മെത്തേഡൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിന്റെ ആ ഒരു പ്രൊസീജിയർ കൃത്യമായി മനസ്സിലാക്കുക. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. യെസ്, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഒരു എണ്ണൽ സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിട്ടുള്ള 1 2 3 4 5 6 എക്സെട്ര. ഓക്കെ, ഇഫ് x² പ്ലസ് 2x ഈക്വൽ ടു 15 ആണെങ്കിൽ ഫൈൻഡ് ദ നാച്ചുറൽ നമ്പർ റെപ്രസെന്റഡ് ബൈ എക്സ്. ഓക്കെ മക്കളെ, x² പ്ലസ് 2x ഈക്വൽ ടു 15 ആണെങ്കിൽ എക്സിന്റെ നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള വാല്യൂ എന്തായിരിക്കും, വില എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, ഈ ഇക്വേഷൻ കണ്ടാൽ അറിയാം ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡാണ് അല്ലേ? കാരണം
എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 15 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഈക്വൽ ടുയുടെ റൈറ്റ് സൈഡിൽ നമ്പർ ആണ്, എക്സ് സ്ക്വയറിന്റെ സൈൻ പോസിറ്റീവ് ആണ്, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ കംപ്ലീറ്റ്ലി ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ആണെന്ന് മനസ്സിലായി. ഇനി കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്താൽ ഇതിന്റെ ആൻസർ ആയി അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യുക? ആദ്യം എക്സിന്റെ കൂടെയുള്ള ആളെ നോക്കുക, 2 ആണ്. 2ന്റെ പകുതി എടുക്കുക, 2/2 എത്രയാണ്? 1. ആ 1 എടുക്കുക, 1ന്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 15. അപ്പൊ 2/2 സാർ ഇവിടെ ചെയ്ത പോലെ ആദ്യം 2ന്റെ പകുതി എടുക്കുന്നു, 1 കിട്ടി. ടേക്ക് 1 സ്ക്വയർ നമ്മൾ എടുത്ത് രണ്ട് സൈഡിലും ആഡ് ചെയ്തു, കണ്ടല്ലോ. യെസ്, ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 1 സ്ക്വയർ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഇക്വേഷൻ എഴുതാൻ സാധിച്ചു. അതെങ്ങനെയാ മക്കളെ? രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഇവിടെയും ഈക്വൽ ടു 15 പ്ലസ് 1 സ്ക്വയർ ഇവിടെയും 1 സ്ക്വയർ ആഡ് ചെയ്തു. മക്കൾ ഇനി എന്താ ചെയ്യേണ്ടടാ? ഇനി എന്താ ചെയ്യേണ്ടേ? യെസ്, എക്സ് സ്ക്വയറിനെ എക്സ് ഇൻറ്റു എക്സ് എഴുതാം. ക്ലിയർ ആണ്? സാറ് എളുപ്പം വഴി നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കേട്ടോ. ഓക്കെ, 1 സ്ക്വയറിനെ 1 ഇൻറ്റു 1 എന്ന് എഴുതാം. ഇവിടുന്ന് ഒരു എക്സ് എടുക്കുക, ഇവിടുന്ന് ഒരു 1 എടുക്കുക. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതാണ് സാറോട് എഴുതിയിരിക്കുന്നത്. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16 അല്ലേ. 15 പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇനി ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറൂടാ? റൂട്ട് 16 ആയിട്ട് മാറും. ഇനി ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് 1 ഈക്വൽ ടു മക്കളെ റൂട്ട് 16ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 4 ആണ്. മറക്കാതെ ആ ഒരു സിമ്പിൾ ഇടണം. പ്ലസ് ഓർ മൈനസ് ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അതായത് എക്സ് പ്ലസ് 1ന്റെ വാല്യൂ +4 ആകാം, -4 ആകാം. സോ രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം എക്സിന്റെ. യെസ്, ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ് പ്ലസ് 1 ഈക്വൽ ടു +4 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു മക്കളെ ഈ +1 ഇങ്ങോട്ട് പോയാൽ -1 ആകും. 4 - 1 ഈക്വൽ ടു 3 എന്ന ആൻസർ കിട്ടും. എക്സിന്റെ ഒരു വാല്യൂ എന്ത് കിട്ടി മക്കളെ? 3 എന്ന് കിട്ടി. ഇനി എക്സിന്റെ അടുത്ത വാല്യൂ കാണാൻ ഈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു -4 എന്ന് എഴുതുക. എക്സ് ഈക്വൽ ടു ഈ +1 ഇങ്ങോട്ട് വന്നാൽ -1. സോ എക്സ് ഈസ് ഈക്വൽ ടു -5. മക്കളെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സിന്റെ നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള വാല്യൂ ആണ്. മക്കളെ രണ്ട് വാല്യൂസ് കിട്ടി. എക്സ് ഈക്വൽ ടു 3 എന്നും കിട്ടി, എക്സ് ഈക്വൽ ടു -5 എന്നും കിട്ടി. ഇതിൽ നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവനാണ്. സോ ഇതാണ് നമ്മുടെ ആൻസർ, എക്സ് ഈക്വൽ ടു 3. സെറ്റ് ആണല്ലോ? ഓക്കെ, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കംപ്ലീറ്റ് ഐഡിയ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. സെറ്റ് ആണല്ലോ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്ട. യെസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ചിലപ്പോൾ ചോദിക്കാം. ക്ലിയർ ആണല്ലോ? പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ഈസ് 768. രണ്ട് തുടർച്ചയായ 8ന്റെ ഗുണിതങ്ങളുടെ ഗുണനഫലം 768 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ ഓൾജിബ്രൈക് ഫോം. നമുക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഓൾജിബ്രൈക് ഫോമിലേക്ക് എഴുതാനാണ് എ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. യെസ്, ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ നമ്പേഴ്സ് കൃത്യമായി കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമ്മൾ ആൻസറിലേക്ക് പോവാണ്. യെസ്, കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ എക്സും എക്സ് പ്ലസ് 8ഉം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അത് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണ്. 8ന്റെ തുടർച്ചയായ ഗുണിതങ്ങളാണ്. ഒരു എക്സാമ്പിൾ സാറ് പറയാം. 8ന്റെ തുടർച്ചയായ രണ്ട് ഗുണിതങ്ങളുടെ എക്സാമ്പിൾ ആയിട്ട് 16ഉം 24ഉം നമുക്ക് കൊടുക്കാം അല്ലേ? ഇതും 8ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇതും 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞുള്ള അടുത്ത 8ന്റെ മൾട്ടിപ്പിൾ ഇത് കിട്ടാൻ ഇതിന്റെ കൂടെ എന്ത് കൂട്ടണോടാ? 8 കൂട്ടണം. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് എക്സ് എന്ന് എടുത്താൽ ഈ നമ്പർ കിട്ടാൻ സ്വാഭാവികമായിട്ടും എന്ത് കൂട്ടണം? 8 കൂട്ടണം. അപ്പോൾ ഈ നമ്പർ എന്തായിരിക്കും മക്കളെ? എക്സ് പ്ലസ് 8 ആയിരിക്കും. അതാണ് സാറിവിടെ കൊടുത്തേക്കുന്നത്, x, x + 8. സെറ്റ് ആണല്ലോ? യെസ്, ഇതാണ് സാറ് നേരത്തെ പറഞ്ഞ കീവേഡ്. ഈ കീവേഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങോട്ട് നേരെ ചെയ്തു പോയി ആൻസർ കണ്ടുപിടിച്ചാൽ മതി. സെറ്റ് ആണല്ലോ? ഇനി അവയുടെ പ്രൊഡക്റ്റ് ഗുണനഫലം 768 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ x × x + 8 ഈക്വൽ ടു 768. നമ്മൾ ചെയ്യുമ്പോൾ x × x x² എന്ന് കിട്ടും, x × 8 8x എന്ന് കിട്ടും, ഈക്വൽ ടു 768.
ഇനി നോക്കാം മക്കളെ, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ത് മെത്തേഡാണ്? ഇക്വേഷൻ മെത്തേഡാണ്. ഇക്വേഷൻ ഉപയോഗിച്ചുള്ള രീതിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ കോൺസ്റ്റന്റ് നമ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ -768 = 0 എന്ന് കിട്ടി. മക്കളെ ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എയും ബിയും സിയും ഒക്കെ ധൈര്യമായിട്ട് കണ്ടുപിടിക്കാം അല്ലെ. എ എന്ന് പറഞ്ഞാൽ x² കൂടിയുള്ളത് 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടിയുള്ളത് 8 ആണ്, സി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ലാത്ത ആളാണ് -768. സിമ്പൽ മറക്കരുത്, -768 ആണ്. ഇതിനോടൊപ്പം തന്നെ മക്കൾ എന്തുകൂടെ കണ്ടുപിടിക്കുക? -b കൂടെ കണ്ടുപിടിക്കുക, -8 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി b² - 4ac എന്ന് പറയുന്ന സംഗതി നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെക്കണം. അതാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ എളുപ്പമാക്കാനുള്ള രീതി എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? b² - 4ac കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക മക്കളെ? b² എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ -4 × 1 × -768. ആൻസർ വരുന്നത് മക്കളെ യെസ് 3136. അതായത് b² - 4ac നമുക്ക് എന്താ കിട്ടുക? 3136 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുക. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഇക്വേഷൻ ധൈര്യമായിട്ട് എഴുതാം. എന്താണ്? x = -p ± √b² - 4ac/2a. മക്കളെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സ്ക്രീനിലുണ്ട്, ധൈര്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -b എത്രയാ മക്കളെ? -8 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൊടുക്കേണ്ടത് -b ആണ്. ആരും +8 കൊടുക്കരുത്, കാരണം -b എന്ന് പറഞ്ഞാൽ -8 ആണ്. സോ -8 കൊടുക്കുന്നു, ± √b² - 4ac. മക്കളെ b² - 4ac നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 3136. നേരെ കൊടുക്കുക, ഡിവൈഡ് ബൈ 2 × a എന്ന് പറഞ്ഞാൽ 2 × 1 ആണ്. നമുക്ക് ആൻസർ കിട്ടുക എന്താ മക്കളെ? യെസ് -8 + 56/2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇവിടെയും എക്സിന് 2 വാല്യൂസ് കിട്ടും അല്ലെ. അപ്പൊ 2 വാല്യൂസ് എങ്ങനെയാ സാറ് കണ്ടുപിടിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ x = -8 + 56/2 എന്ന് എഴുതുന്നു. സോ ആൻസർ വരിക 48/2, ദാറ്റ്സ് ഈക്വൽ ടു 24. സോ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 24 കിട്ടി. ഒരു വാല്യൂ 24 കിട്ടി. ഇനി x = -8 - 56/2, ആൻസർ വരുന്നത് -64/2 ആണ്. ആൻസർ വരുന്നത് -32 ആണ്. മക്കളെ ഇവിടെ എക്സിന് 2 വാല്യൂസ് കിട്ടുന്നുണ്ട്. ഒന്ന് x = 24, ഇവിടെ x = -32. നമ്മളോട് പറഞ്ഞത് 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചപ്പോൾ പ്രൊഡക്റ്റ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 768. സോ ഇതെന്താണ്? ഇതൊരു പോസിറ്റീവ് നമ്പർ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ട നമ്പേഴ്സ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിവിടെ x = 24 എന്ന് കിട്ടി. സോ അടുത്ത 8ന്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യണ്ട, 24ന്റെ കൂടെ ഒരു 8 ആഡ് ചെയ്താൽ മതി അല്ലേ. എത്ര കിട്ടൂടാ? 32 എന്ന് കിട്ടും. അല്ലെങ്കിൽ x = 24 എന്ന് കിട്ടിയല്ലോ. അടുത്ത നമ്പർ എന്താണ്? x + 8 അല്ലേ. സോ x + 8 എന്ന് പറഞ്ഞാൽ 24 + 8 ആയിരിക്കും, = 32 ആയിരിക്കും. സെറ്റ് ആണല്ലോ. നമുക്ക് കൃത്യമായിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റി. യെസ് മക്കളെ, അപ്പോൾ നമ്മൾ 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ല അടിപൊളിയായി പഠിച്ചു കഴിഞ്ഞു. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The product of a number and 2 more than that is 168. ഒരു സംഖ്യയുടെയും അതിനേക്കാൾ 2 കൂട്ടിയ സംഖ്യയുടെയും ഗുണനഫലം, ശ്രദ്ധിക്കുക ഗുണനഫലമാണ്, പ്രൊഡക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുക, 168 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയും അതിനേക്കാൾ 2 കൂടിയ മറ്റൊരു സംഖ്യയും കൂടെ ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? 168 കിട്ടി. ആ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നേ മക്കളെ. യെസ്, അപ്പൊ ഒരു സംഖ്യ നമുക്കറിയാം x ആയിട്ട് എടുക്കും അല്ലേ. നമുക്കറിയാത്ത ഒരു സംഖ്യ x ആയിട്ട് എടുക്കും. അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 2 കൂടിയതല്ലേ, അതായത് x + 2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 168 ആണെന്ന് പറഞ്ഞാൽ x × x + 2 = 168 ആണ്. ഇനി x × x എന്ന് പറഞ്ഞാൽ x² ആണ്. x × 2x എന്ന് പറഞ്ഞാൽ +2x എന്ന് കിട്ടും. സോറി, x × 2 എന്ന് പറഞ്ഞാൽ 2x കിട്ടും, = 168. സെറ്റ് ആണല്ലോ. നമുക്കിവിടെ എന്ത് ചെയ്യാടാ? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ മെത്തേഡും അപ്ലൈ ചെയ്യാം. ഒരു കാര്യം എൻ്റെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇക്വേഷൻ മെത്തേഡ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. എവിടെ വേണമെങ്കിലും ഇക്വേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചില ഏരിയാസിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ അതെങ്ങനെയാ ചെയ്യാം? എക്സിന്റെ കൂടെയുള്ള ആളെ നോക്കുക, 2 ആണ്. ആ 2ന്റെ പകുതി എടുക്കുക, 1 കിട്ടും. ആ 1ന്റെ സ്ക്വയർ 2 സൈഡിലും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ സാർ അതാ ചെയ്യുന്നേ. യെസ്, ഈ 1 സ്ക്വയർ 2 സൈഡിൽ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഈ ഒരു ഇക്വേഷൻ നമുക്ക് കംപ്ലീറ്റ് സ്ക്വയർ ആക്കി മാറ്റണ്ടേ? അതെങ്ങനെയാ മാറ്റാം സാർ? വീണ്ടും പറഞ്ഞു തരാം. x² + 2x + 1². ഇതിനെ
എക്സ് സ്ക്വയറിനെ എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം, 1 സ്ക്വയറിനെ 1 ഇൻറ്റു 1 എന്ന് എഴുതാം. ഇന്നൊരു എക്സ് എടുക്കുക, ഇന്നൊരു 1 എടുക്കുക, പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? യെസ്, അതാണ് അടുത്ത സ്റ്റെപ്പിൽ സാർ ചെയ്യാൻ പോകുന്നത്. എക്സ് പ്ലസ് 1 the whole square equal to 169 അല്ലേ? അതെങ്ങനെ കിട്ടി? 168 പ്ലസ് 1 സ്ക്വയർ 169 ആണ്. സെറ്റ് ആണല്ലോ? ഇനി ഈ സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ റൂട്ട് കൊടുക്കണം അല്ലേ? റൂട്ട് 168 എന്ന് കിട്ടും. എക്സ് പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 169 എന്ന് കിട്ടും. സോറി, യെസ്. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? പ്ലസ് ഓർ മൈനസ് 13 എന്ന് കിട്ടി കേട്ടോ. 13 എന്ന് കിട്ടി. യെസ്, ഇവിടെയും എക്സിന് 2 വാല്യൂസ് വരാം. എന്തൊക്കെയാടാ? എക്സ് പ്ലസ് 1 ഈക്വൽ ടു ആദ്യം പ്ലസ് 13 കൊടുക്കുക. പ്ലസ് 13 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ വരുന്നത് 13 മൈനസ് 1 അല്ലേ? ഈ പ്ലസ് 1 നേരെ ഇങ്ങോട്ട് വന്നാൽ മൈനസ് 1 ആകും. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടൂടാ? എന്ത് കിട്ടൂടാ മക്കളെ? 12 എന്ന് കിട്ടും. ഇങ്ങോട്ട് നോക്കുക, എക്സ് പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 13 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കിട്ടുന്നത് ഈ പ്ലസ് 1 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 1 ആകും. മൈനസ് 13 മൈനസ് 1 എത്ര കിട്ടും? മൈനസ് 14 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടി. എക്സ് ഈക്വൽ ടു 12 ആൻഡ് എക്സ് ഈക്വൽ ടു മൈനസ് 14. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നമ്പേഴ്സ് വേണം. ഏതാ മക്കളെ? എക്സ് ഈക്വൽ ടു 12 ആണ് ആദ്യത്തെ നമ്പർ അല്ലെ? എക്സ് ഈക്വൽ ടു 12 ആണ് ആദ്യത്തെ നമ്പർ. ഇതിനേക്കാൾ 2 കൂട്ടിയ ആ നമ്പറാണ് എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 12 പ്ലസ് 2 14 ആണല്ലോ മക്കളെ. അപ്പൊ ഏതൊക്കെയാ നമ്പേഴ്സ്? 12 ആൻഡ് 14. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യാം. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ. മക്കളെ, ഒരു റെക്റ്റാങ്കിളിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നമുക്ക് ഈ ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റെക്റ്റാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയാണ്? 40 സെന്റിമീറ്റർ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ആൻഡ് ഏരിയ ഈക്വൽ ടു 96 സെന്റിമീറ്റർ സ്ക്വയർ. ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 96 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിന്റെ പെരിമീറ്റർ 40 ആണ്, ഏരിയ 96 ആണ്. അതിന്റെ വശങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പോൾ പെരിമീറ്റർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹിന്റ് പെരിമീറ്റർ ആണ്. അതിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? പെരിമീറ്റർ ഈക്വൽ ടു 40. ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. കാരണം ഒരു റെക്റ്റാങ്കിൾ ആണെന്നെങ്കിൽ ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്, നീളവും വീതിയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? 2 × L + B ആണല്ലോ. യെസ്, അപ്പോൾ നമ്മൾ പെരിമീറ്ററിന് പകരം ഈ ഇക്വേഷൻ കൊടുക്കുകയാണ്. യെസ്, 2 × L + B = 40 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അതിൽ നിന്ന് L + B കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 2നെ നേരെ താഴേക്ക് എടുത്താൽ 40/2 എന്ന് കിട്ടും. L + B = 20 എന്ന് കിട്ടും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ഇക്വേഷൻ ആണിത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുക, എല്ലിന് അല്ലെങ്കിൽ ലെങ്ത്തിന് നമ്മൾ എന്ത് കൊടുക്കൂടാ? എക്സ് എന്ന് കൊടുക്കും. അതായത് ഈ ലെങ്ത്തിന് നമ്മൾ എന്ത് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും. സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും മക്കളെ? നമുക്കറിയാം L + B = 20 ആണ്. ഈ ലെങ്ത്തിന് നമ്മൾ എക്സ് കൊടുത്താൽ എക്സ് + B = 20 എന്ന് എഴുതാലോ? ഇനി ബി കണ്ടുപിടിക്കാൻ 20, ഈ എക്സ് അങ്ങോട്ട് പോയാൽ -x. ബ്രെഡ്ത്ത് എന്ത് കിട്ടി മക്കളെ? 20 - x എന്ന് കിട്ടൂലേ? അതാണ് സാറിന് എഴുതാൻ പോകുന്നത്. യെസ്, ബ്രെഡ്ത്ത് ഈക്വൽ ടു 20 - x എന്ന് കിട്ടും. യെസ്, അപ്പോൾ ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. രണ്ടും ഒന്ന് ബോക്സിലാക്കി വെക്കാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്. ക്ലിയർ ആണല്ലോ? ഏരിയ ഈക്വൽ ടു 96 എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഏരിയക്ക് പകരം നേരെ ഇക്വേഷൻ കൊടുക്കുക. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 96 എന്ന് കൊടുക്കാം. ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എക്സ് ആണ്. ബ്രെഡ്ത്ത് എന്താ മക്കളെ? 20 - x ആണ്. രണ്ടും കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലിന് പകരം എക്സ് കൊടുത്തു, ബിക്ക് പകരം 20 - x കൊടുത്തു. ഈക്വൽ ടു എന്ത് കിട്ടി? 96 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x × 20 എന്ന് പറഞ്ഞാൽ 20x ആണല്ലോ? ഇനി നോക്കുക, x × -x ആണ്. ആൻസർ -x² വരിക. ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു 96 എന്ന് കിട്ടും. ഇനി മക്കളെ സാറ് ഇവിടെ ഒരു അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് സാർ പറഞ്ഞുതരാം. അതായത് 20 - x² = 96. മക്കൾ ഇവിടെ നോക്കിയാൽ അറിയാം, x² കൂടെ നെഗറ്റീവ് ആണ്. ഒരിക്കലും x² കൂടെ നെഗറ്റീവ് വരുന്നത് നല്ലതല്ല. നമുക്ക് കണക്ക് ചെയ്യാനുള്ള ഇപ്പം പോസിറ്റീവ് വരുന്നതാണ്. അപ്പോൾ x² കൂടെ പോസിറ്റീവ് വരാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവനെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത്, ഓക്കെ അല്ലേ? അപ്പോൾ ഈക്വൽ ടു അവിടെ കിടക്കട്ടെ, ഈ ഈക്വൽ ടു അവിടെ കിടക്കട്ടെ. യെസ്, x² ഇങ്ങോട്ട് വന്നപ്പോൾ -x² ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായിട്ട് മാറിയടാ? +x² ആയിട്ട് മാറി. സെറ്റ് ആണല്ലോ? ഇനി
യെസ് 20x ഉണ്ട് അല്ലേ, യെസ് 20x ഉണ്ട് അവിടെ 20x ഉണ്ട്. എടാ ഈ 20x കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവനും പ്ലസ് അല്ലേ, ഇവനും ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും -20x ആയിട്ട് മാറും. -20x ആയിട്ട് മാറും. ഇനി ഓൾറെഡി ഇവിടെ ആരുണ്ടാ 96 ഉണ്ട്, അവൻ അതുപോലെ തന്നെ എഴുതാ +96. ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ, അവിടെ നമ്മൾ എന്ത് കൊടുക്കും 0 കൊടുക്കും. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ സാറ് പറഞ്ഞുതരാം. -x² ആദ്യം നമ്മൾ കൊണ്ടുവന്നപ്പോൾ +x² ആയി മാറി. ഇനി 20x കൊണ്ടുവന്നപ്പോൾ -20x ആയി മാറി. ഓൾറെഡി ഇവിടെ ആര് സ്ഥാനം പിടിച്ചിട്ടുണ്ട് 96 ഉണ്ട്. സോ അവൻ അതുപോലെ തന്നെ എഴുതാ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തിട്ടു 0 ഇട്ടു. ക്ലിയർ ആണല്ലോ? ആ സ്റ്റെപ്പാണ് സാർ ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാ ചെയ്യുന്നത് മക്കളെ? x² പോസിറ്റീവ് ആകാൻ വേണ്ടി. ഇവിടെ നെഗറ്റീവ് ആണ്. സെറ്റ് ആണല്ലോ? യെസ്, നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചെഴുതാണ് മക്കളെ, തിരിച്ചെഴുതാം കേട്ടാ. യെസ്, x² -20x + 96 = 0. ഒന്നുമില്ല, ഇത് ആദ്യം എഴുതി, ഇത് രണ്ടാമത് എഴുതി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ? ഒരു കിഡിലൻ ഇക്വേഷൻ കിട്ടി. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ എക്സിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാടാ. ഓക്കെ, ഇവിടെ എ എന്താ മക്കളെ? x² കൂടെയുള്ളതാണ് a = 1 എന്ന് കിട്ടും. ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ളത് -20 ആണ് മക്കളെ, വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. സി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആള് 96 അല്ലേ, കൃത്യമായി കൊടുക്കുക. നമുക്കറിയാം അടുത്ത സ്റ്റെപ്പ് -b കണ്ടുപിടിക്കുക. -b എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. സെറ്റ് അല്ലേ? ഇനി b² - 4ac കണ്ടുപിടിക്കുമ്പോൾ ബിയുടെ സ്ഥാനത്ത് -20 കൊടുക്കുന്നു. -20² -4 × a എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × c എന്ന് പറഞ്ഞാൽ 96 ആണ്. കൃത്യമായി കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും മക്കളെ? യെസ് 16 ആയിരിക്കും. സെറ്റ് ആണല്ലോ? അപ്പൊ b² - 4ac എന്ത് കിട്ടി? 16 എന്ന് കിട്ടി. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷൻ എഴുതാം. എന്താ ഇക്വേഷൻ മക്കളെ? x = -b ± √b² - 4ac/2a. ഇതുപോലെ പച്ചവെള്ളം പോലെ അറിഞ്ഞിരിക്കണം ഈ ഇക്വേഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ട്ടാ. ഓക്കെ, യെസ്. ഇനി നോക്കാം, -b ക്ക് പകരം 20 കൊടുക്കുക. 20 ± √b² - 4ac കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ മക്കളെ? 16 ആണ്. 16 കൃത്യമായി കൊടുക്കുക /2 അല്ലേ? നമുക്കറിയാം √16 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ എക്സിന് രണ്ട് വാല്യൂസ് വീണ്ടും ഇവിടെ വരുന്നു. യെസ്, 20 + 4/2 അല്ലെങ്കിൽ x = 20 - 4/2. ഇങ്ങനെ രണ്ട് വാല്യൂസ് ആണ് എക്സിന് കിട്ടുക. കൃത്യമായി കണ്ടുപിടിച്ചാൽ x = 20 4/2 എന്നും x = 16/2 എന്നും ആൻസർ വരും. അതായത് x = 12,8 എന്ന് നമുക്ക് വാല്യൂസ് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കൃത്യമായി നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ആൻസറിലേക്ക് ഇതുപോലെ എത്താൻ സാധിക്കും. കൃത്യമായിട്ട് ചെയ്യാം, എഴുതി പഠിക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, 6th ക്വസ്റ്റ്യൻ മക്കളെ. ഇനി നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റെക്ടാങ്കിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് മനസ്സിലാക്കാം. യെസ്, length of a rectangle is 6 cm more than its breadth. മക്കളെ, ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിന്റെ ലെങ്ത് ബ്രെഡ്ത്തിനേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ്. ബ്രെഡ്ത്തിനേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെങ്ത് പറഞ്ഞേക്കുന്നത് ആരെ വെച്ചിട്ടാണ്? ബ്രെഡ്ത്തിനെ വെച്ചിട്ടാണ് ലെങ്ത് പറഞ്ഞേക്കുന്നത്. സോ നമ്മളിവിടെ എക്സ് ആയി എടുക്കേണ്ടത് ലെങ്ത് അല്ല, ബ്രെഡ്ത്ത് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? യെസ്, ലെറ്റ് ബ്രെഡ്ത്ത് = വീതി = x. ക്ലിയർ ആണല്ലോ? ഇതിനേക്കാൾ 6 കൂടുതലാണ് എന്ത് മക്കളെ? നമ്മുടെ ലെങ്ത്. എത്രയാടാ? x + 6. സെറ്റ് ആണല്ലോ? ബ്രെഡ്ത്ത് x ആണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? അതിനേക്കാൾ 6 കൂടിയത് x + 6 ആയിരിക്കും. സെറ്റ് ആണല്ലോ? ഇനി ഏരിയ L × B ആണ്. ലെങ്ത് × ബ്രെഡ്ത്ത് ആണെന്ന് അറിയാം. ഏരിയ എത്രയാന്ന് തന്നിട്ടുണ്ടാ? 1216 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ എല്ലിന് പകരം ലെങ്ത്തിന് പകരം എത്ര കൊടുക്കാടാ? യെസ്, x + 6 കൊടുക്കുക. ബ്രെഡ്ത്തിന് പകരം നമ്മൾ x കൊടുത്തു. രണ്ടും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ 1216 കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും ഇക്വേഷൻ രൂപപ്പെടുത്തി എടുക്കാൻ പോവാണ് മക്കളെ. x × x² ചെയ്യുമ്പോൾ x × x ചെയ്യുമ്പോൾ x² കിട്ടും. x × 6 ചെയ്യുമ്പോൾ 6x എന്ന് കിട്ടും. = 1216 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന മെത്തേഡ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എക്സിന്റെ കൂടെയുള്ള ആളെ നോക്കുക. 6 ആണ്. 6ന്റെ പകുതി എടുക്കുക. 3 ആണ്. 3ന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ഈ 3ന്റെ സ്ക്വയർ രണ്ട് സൈഡിലും കൃത്യമായി ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? x² + 6x + 3² = 1216 + 3² എന്ന് നമുക്ക് എഴുതാൻ പറ്റും. രണ്ട് സൈഡിലും 3² ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് മക്കളെ, ഇതിന് നമ്മൾ
ക്ലിയർ ആയിട്ട് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അതും സാർ നേരത്തെ പറഞ്ഞു തന്നതാണ് എങ്ങനെയാ എഴുതേണ്ടതെന്ന്. ഈക്വൽ ടു 1225 എന്ന് കിട്ടി. മക്കളെ ഈ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ടായിട്ട് മാറൂലടാ. അതായത് എക്സ് പ്ലസ് 3 ഈക്വൽ ടു റൂട്ട് 1225 എന്ന് കിട്ടും. അതായത് എക്സ് പ്ലസ് 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മറക്കരുത്, ഈ ഒരു കണ്ടീഷനിൽ പ്ലസ് ഓർ മൈനസ് ഇടാൻ മറക്കരുത്. പ്ലസ് ഓർ മൈനസ് 35 എന്ന് കിട്ടി. അതായത് എക്സിന് രണ്ട് വാല്യൂസ് വരാം. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 35 എന്നും വരാം, എക്സ് പ്ലസ് 3 ഈക്വൽ ടു മൈനസ് 35 എന്നും വരാം. ഇവിടെ എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്താ കിട്ടുക മക്കളെ? യെസ്, ഇവിടെ എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഈ പ്ലസ് 3 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 3 ആകും. എക്സ് ഈക്വൽ ടു 32 എന്ന് കിട്ടും. ഇവിടെ നോക്കിയാൽ ഈ പ്ലസ് 3 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 3 ആകും. മൈനസ് 35 മൈനസ് 3 എന്ന് കിട്ടും. മൈനസ് 38 എന്ന ആൻസർ കിട്ടും. സോ എക്സിന് ഇവിടെ രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്. ഒന്ന് 32, അടുത്തത് മൈനസ് 38. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് വേണ്ടത് എക്സ് ആണ്. എന്താണ് മക്കളെ? യെസ്, വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്ര കിട്ടിയടാ? 32 കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പൊ ബ്രെഡ്ത്ത് ഈക്വൽ ടു 32. ഇനി അതിനേക്കാൾ 6 കൂടുതലാണ് എന്ത്? ലെങ്ത്. സോ 32നോട് 6 കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? യെസ്, 38 കിട്ടും. അതാണ് നമ്മുടെ ലെങ്ത്. കൃത്യമായി കണ്ടുപിടിച്ച് ആൻസർ എഴുതാം കേട്ടോ മക്കളെ. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെവൻത് വൺ മക്കളെ, എ റോഡ് 28 സെന്റിമീറ്റേഴ്സ് ലോങ്. മക്കളെ ഒരു ദണ്ട്, ഇരുമ്പ് ദണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് 28 സെന്റിമീറ്റർ നീളമുണ്ട്. ടു ബി ബെൻഡ് ടു മേക്ക് എ റെക്ടാങ്കിൾ. ഇത് വളച്ച് നമുക്ക് എന്തുണ്ടാക്കണം? ഒരു ചതുരം ഉണ്ടാക്കിയെടുക്കണം. ക്യാൻ എ റെക്ടാങ്കിൾ ഓഫ് ഡയഗണൽ 8 സെന്റിമീറ്റേഴ്സ് ബി മെയ്ഡ്. നമുക്ക് ചതുരം ഉണ്ടാക്കണം. 8 സെന്റിമീറ്റർ ഡയഗണൽ ഉള്ള എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ ഡയഗണലുള്ള ഇതുപോലെ ഒരു ചതുരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. ക്ലിയർ ആണല്ലോ? പറ്റുമോ എന്നാ ചോദിച്ചേക്കുന്നേ. ഓക്കെ അല്ലേ മക്കളെ? സോ നമുക്ക് അറിയാവുന്ന പരിപാടി ഇതാണ്. നമ്മുടെ റെക്ടാങ്കിൾ എന്ന് വിചാരിക്കാം. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാ വരുന്നത് സാർ പറഞ്ഞുതരാം കേട്ടോ. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ തന്നിട്ടുണ്ട് എന്നാണെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പെരിമീറ്റർ ഈക്വൽ ടു 28. പെരിമീറ്ററിന്റെ ഇക്വേഷൻ കൊടുക്കുക. 2 × L + B = 28. L + B = നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. 14 എന്ന് കിട്ടും. അടുത്ത പരിപാടി നമുക്കറിയാം. എന്താണ്? ലെങ്ത് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കണം അല്ലെ? ലെങ്ത് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുക. ബ്രെഡ്ത്ത് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 14 - x എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ ഇക്വേഷനിൽ ലെങ്ത്തിന് എക്സ് കൊടുത്താൽ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം. എന്താ കിട്ടുക? 14 - x ആ കിട്ടുക. ഓക്കെ, അപ്പൊ ഈ കിട്ടിയ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഒരു റെക്ടാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് ലെങ്ത് എക്സ് എന്ന് എടുത്തു. ബ്രെഡ്ത്ത് 14 - x ആയതുകൊണ്ട് 14 - x എടുത്തു. ഇനി അതിന്റെ ഡയഗണൽ 8 സെന്റിമീറ്റർ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഡയഗണൽ 8 സെന്റിമീറ്റർ ആക്കി എടുത്തിട്ടാ. ഓക്കെ മക്കളെ, ഈ ഒരു ട്രയാങ്കിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. എന്താണ്? പൈത്തഗോറസ് തിയറം ആണല്ലോ. യെസ്, എന്താ മക്കളെ പൈത്തഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. മക്കളെ ഇവിടെ ആരാ ബേസ്? ബേസ് എന്ന് പറഞ്ഞാൽ ഇവനാണ് കേട്ടോ. ഇവനാണ് ബേസ്. ക്ലിയർ ആണല്ലോ? ഇനി എന്താ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏത് കൊടുക്കുന്നുണ്ട് സാറ്? ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്. ഇവനാണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബേസിന് പകരം സാറിവിടെ കൊടുത്ത പോലെ എക്സ് കൊടുക്കുക, എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് എന്താ മക്കളെ? 14 - x ആണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 14 - x ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് 8 അല്ലേ മക്കളെ? 8ന്റെ സ്ക്വയർ കൊടുക്കാടാ. ഓക്കെ മക്കളെ, യെസ്. ഇനി ഇതിന്റെ എക്സ്പാൻഷൻ കൃത്യമായി ചെയ്യണം. അതെങ്ങനെയാണെന്ന് സാറ് പറഞ്ഞു തരാം, ശ്രദ്ധിക്കാടാ. ഓക്കെ, നമ്മള് 14 - x സ്ക്വയറിനെ ഇതുപോലത്തെ നമ്പേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. ഏതാടാ? a - b ദ ഹോൾ സ്ക്വയർ. എല്ലാവർക്കും അറിയാം എന്താ a - b ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² - 2ab + b² ആണല്ലോ. ഇതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു 14 - x സ്ക്വയറിന്റെ എക്സ്പാൻഷനും ചെയ്യുക. അത് കൃത്യമായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ സാർ പറഞ്ഞുതരാം എങ്ങനെയാടാ. ഇവിടെ എയുടെ സ്ഥാനത്ത് 14 ആണ്, ബിയുടെ സ്ഥാനത്ത് x ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആദ്യം വേണ്ടത് എയുടെ സ്ക്വയർ, അതായത് 14ന്റെ സ്ക്വയർ. സെറ്റ് ആണല്ലോ? മൈനസ് അതുപോലെ ഇടാം. 2 ഫിക്സ്ഡ് ആണ്. 2 ഇൻറ്റു ഇവിടെ എ ആണ് വന്നത്. എ എന്ന് പറഞ്ഞാൽ 14 ഇൻറ്റു ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണ് കേട്ടോ. എക്സ്. ക്ലിയർ ആണല്ലോ? പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ക്വയർ ആണ് വരിക. എക്സിന്റെ സ്ക്വയർ ആണ് വരിക. ക്ലിയർ ആണല്ലോ? നമുക്ക് ആൻസർ വരുന്നത് 196 - 2 × 14 28 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. മക്കളെ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എക്സ്പാൻഷൻ. ഇത് കൃത്യമായി ഇവിടെ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എളുപ്പത്താൻ സാധിക്കും. യെസ്, എക്സ് സ്ക്വയർ അതുപോലെ തന്നെ എഴുതി. ഇനി ഇവന്റെ എക്സ്പാൻഷൻ സാറതെ ഈ ബോക്സിൽ വരച്ചത് കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 196 മൈനസ് 28x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. ഓക്കെ അല്ലടാ? യെസ്, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ 64നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ -64 ആയി. മക്കൾ ഇവിടെ 0 ആണ്, ചെറിയ എറർ പറ്റിയതാണ്. ഇവിടെ 0 ആണ് ട്ടാ, 64 അല്ല 0 ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? ഇവിടെ ഒരു എക്സ് സ്ക്വയറും മറ്റൊരു എക്സ് സ്ക്വയറും ഉണ്ട്. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2x സ്ക്വയർ എന്ന് കിട്ടും. അതായത് 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 മൈനസ് 64 ഈക്വൽ ടു 0. കൃത്യമായി എഴുതാം. യെസ്, ഇനി 2x സ്ക്വയർ അതുപോലെ തന്നെ മൈനസ് 28x അതുപോലെ തന്നെ. ഇനി 196ൽ നിന്ന് 64 കുറച്ചാൽ 132 ആണ് കിട്ടുക, ഈക്വൽ ടു 0 എന്ന് കിട്ടും. മക്കളെ, ഈ ഇക്വേഷൻ മൊത്തത്തിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, യെസ്, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 ക്യാൻസൽ ആയി പോയി. മക്കളെ, ആ സ്റ്റെപ്പ് സാർ പറഞ്ഞുതരാം. നമ്മുടെ ഇക്വേഷൻ 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 ആണ്. ഓരോ ടേമിനെ നമ്മൾ 196 അല്ല 132, സോറി 132 ആണ്. നമ്മൾ ഓരോ ടേംസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 ക്യാൻസൽ ആയി പോയി നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സെറ്റ് ആണല്ലോ? ഇനി 28ന്റെ പകുതി 14 ആണ്. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 14x എന്ന് കിട്ടി. സെറ്റ് ആണല്ലോ? 14x. ഓക്കെ ആണല്ലോ? യെസ്, ഇവിടെ മൈനസ് ആണ് മക്കളെ, മൈനസ് ആണ്. യെസ്, ഇനി നോക്കാം. 132യുടെ ഹാഫ് അല്ലെ, 132യുടെ പകുതി എന്ന് പറഞ്ഞാൽ 66 കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കണ്ടാൽ അറിയാം, ഇവിടെ എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. കൃത്യമായി എയും ബിയും സിയും എല്ലാം എഴുതാം അല്ലേ മക്കളെ? എ ഈക്വൽ ടു 1 ആണ്. യെസ്, ബി ഈക്വൽ ടു -14 ആണ്. സി ഈക്വൽ ടു 66 ആണെന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി -b കൂടെ കണ്ടുപിടിക്കാം. ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനിൽ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൊല്യൂഷൻ ഇല്ല എന്നാണ്. ക്ലിയർ ആണല്ലോ? നെഗറ്റീവ് നമ്പർ ആണ് ബി സ്ക്വയർ മൈനസ് 4ac കിട്ടുന്നതെങ്കിൽ അവിടെ സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ 8 സെന്റിമീറ്റർ ഡയഗണൽ വരുന്ന ആ റെക്ടാങ്കിൾ നമുക്ക് വരക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ റെക്ടാങ്കിൾ കനോട്ട് ബി മെയ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ വൈൻഡ് അപ്പ് ചെയ്യാം. സെറ്റ് ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അതിന് സൊല്യൂഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാം. സെറ്റ് അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് മക്കളെ, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. യെസ്, ഇതേടാ ഒരു റെക്റ്റാങ്കിൾ ഒക്കെ തന്നിട്ടുണ്ട്, അതിന്റെ ഡയഗണൽ തന്നിട്ടുണ്ട്. നമുക്ക് സ്ഥിരം തരുന്ന നമ്പർ അല്ല, ഒരു റൂട്ട് നമ്പർ ആണ് തന്നിരിക്കുന്നത്. എത്രയാടാ? റൂട്ട് 164 എന്നാണ് തന്നിരിക്കുന്നത്. യെസ്, എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഇവിടെ വീണ്ടും പെരിമീറ്റർ റെക്ടാങ്കിൾ ആണെങ്കിൽ ഉറപ്പാണ് അവന്റെ പെരിമീറ്റർ അവിടെ ഷുവർ ആയിട്ട് തന്നിട്ടുണ്ടാവും. ഓക്കെ, പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 36. ഈ കാണിച്ചേക്കുന്ന ചതുരത്തിന്റെ ചുറ്റളവ് 36 സെന്റിമീറ്റർ ആണ്. എ സി ഇതിന്റെ ഡയഗണൽ റൂട്ട് 164 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ബി പ്ലസ് ബി സി? ഈ എ ബിയും ബി സിയും ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇതാണ് എ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചേക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി? ഈ എ ബി എത്രയാണെന്ന് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? യെസ്, നമ്മൾ ഇത് ഫിഗർ ഒക്കെ വരച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഫിഗറിലേക്ക് എത്തിയെന്ന് സാർ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ മക്കളെ, യെസ്, പെരിമീറ്റർ തന്നതുകൊണ്ട് സാർ പറഞ്ഞിട്ടുണ്ട്, പെരിമീറ്റർ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവനിൽ നിന്നായിരിക്കും. പെരിമീറ്റർ ഈക്വൽ ടു 36. നമ്മൾ ആദ്യം അത് എഴുതി. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × L + B = 36. അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 18 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ ഇൻറ്റു 2 നേരെ താഴേക്ക് വരും, അപ്പോൾ 18 എന്ന് കിട്ടും കേട്ടോ. അതായത് L + B = 18 എന്ന് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? ഇതില് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി അല്ലേ? അത് എ ബി ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സി അല്ലേ? ബി സി ആണ്. സെറ്റ് ആണല്ലോ? അപ്പൊ നോക്കിയടാ, L + B = 18 എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി സി തന്നെയല്ലേ? കാരണം എ ബി ആണ് ലെങ്ത് അല്ലേ, ബി സി ആണ് ബ്രെഡ്ത്ത്. സോ L + B അല്ലേടായി ചോദിച്ചേക്കുന്നത്. സോ എ ബി പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടൂടാ? 18 സെന്റിമീറ്റർ തന്നെ കിട്ടും. സെറ്റ് ആണല്ലോ? യെസ്, ഇനി നമ്മൾ സ്ഥിരം ചെയ്യുന്ന അതേ പരിപാടികൾ ചെയ്യാം. L + B = 18 ആണെങ്കിൽ നമ്മൾ Lന് x കൊടുത്താൽ, ലെങ്ത് x എന്ന് എടുത്താൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? ഇക്വേഷനിൽ കൊടുക്കുക. L + B = 18 ആണെങ്കിൽ നമ്മൾ Lന് x കൊടുത്താൽ
എക്സ് പ്ലസ് ബി ഈക്വൽ ടു 18 എന്ന് പറയാം. ബി ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? ഈ പ്ലസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എക്സ് ആയിട്ട് മാറും. 18 മൈനസ് എക്സ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലെങ്ത് ഈക്വൽ ടു എക്സ് എന്നും കിട്ടി, ബ്രെഡ്ത്ത് ഈക്വൽ ടു 18 മൈനസ് എക്സ് 18 മൈനസ് എക്സ് എന്ന് കിട്ടി. നമ്മൾ ഇവിടെയും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാണ് മക്കളെ. യെസ്, ബേസും ഓൾട്ടിറ്റ്യൂഡും ഹൈപ്പോട്ടനൂസും ഒക്കെ എങ്ങനെയാണ് എടുക്കാന്ന് സാറ് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, കൃത്യമായി വാല്യൂസ് കൊടുക്കുക. ബേസ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് എന്താ മക്കളെ? നമ്മുടെ റെക്ടാങ്കിൾ എന്തായിരുന്നടാ? ഇതായിരുന്നു നമ്മുടെ റെക്ടാങ്കിള്, ഇതായിരുന്നു റെക്ടാങ്കിള്. യെസ്, ഇതില് മക്കളെ ബേസ് അല്ലേ, ഇതായിരുന്നു നമ്മുടെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയഗണൽ ഉണ്ടായിരുന്നു. ഡയഗണൽ √164 ആയിരുന്നു അല്ലേ? ഹൈപ്പോട്ടന്യൂസ് √164 ആയിരുന്നു. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ബി സി എന്ന് പറഞ്ഞാൽ 18 മൈനസ് എക്സ് ആയിരുന്നു. അല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബേസ് സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ കൊടുത്തു, ഓൾട്ടിറ്റ്യൂഡിന് പകരം 18 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കൊടുത്തു. ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ ഇവനല്ലടാ √164, √164ന്റെ സ്ക്വയർ ഒന്നും എടുത്തു. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കണ്ടുപിടിച്ചു. ഈ ആൻസർ എങ്ങനെയാ കണ്ടുപിടിക്കാന്നുള്ളത് സാർ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു തന്നു, മറ്റൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതുപോലെ ഇത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 18 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി നമുക്ക് കിട്ടി. ഓക്കെ അല്ലേടാ? അപ്പോൾ എക്സ് സ്ക്വയർ അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പാൻഷൻ എപ്പോഴും സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ സാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇതുപോലൊരു ആൻസർ കിട്ടും, ഈക്വൽ ടു 164. ഈ 164 എങ്ങനെ കിട്ടി മക്കളെ? റൂട്ടും സ്ക്വയറും ശത്രുക്കളല്ല, അവർ ക്യാൻസൽ ആയി പോകും. ക്ലിയർ ആണല്ലോ? 164 എന്ന ആൻസർ കിട്ടും. ഇനി നോക്കാം, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ മറ്റൊരു എക്സ് സ്ക്വയർ ഉണ്ട്. രണ്ടും ആഡ് ചെയ്താൽ 2x സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഇനി മൈനസ് 36 അതുപോലെ എഴുതാം. ആൻഡ് ഇനി നോക്കാം, പ്ലസ് 324 ഉണ്ട്, അത് കൃത്യമായി ഇവിടെ കൊടുക്കാം, ഈക്വൽ ടു 164 എന്ന് കിട്ടും. യെസ് മക്കളെ, അപ്പൊ നമുക്ക് ഇതുപോലൊരു ഇക്വേഷൻ കിട്ടി. 2x സ്ക്വയർ മൈനസ് 36x പ്ലസ് 324 ഈക്വൽ ടു 164 നമുക്ക് കിട്ടി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം മക്കളെ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ പ്ലസ് 164 അങ്ങോട്ട് എടുത്തപ്പോൾ മൈനസ് 164 ആയിട്ട് മാറി. സോ 2x സ്ക്വയർ മൈനസ് 36x പ്ലസ് 324 മൈനസ് 164 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഇതിന്റെ ആൻസർ വരുന്നത് എന്താ മക്കളെ? യെസ്, 2x സ്ക്വയർ മൈനസ് 36x പ്ലസ് 160 ഈക്വൽ ടു 0 എന്ന് കിട്ടും മക്കളെ. ഇവിടെ നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആ ഒരു ഇക്വേഷൻ, ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. കൃത്യമായിട്ട് എയും ബിയും സിയും ഒക്കെ കണ്ടുപിടിക്കുക. അതിനു മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? ഈ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഓരോ ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 80 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എ ബി സി കൃത്യമായി എഴുതുക. അതുപോലെ തന്നെ മൈനസ് ബി എഴുതുക, മൈനസ് ബി ഈക്വൽ ടു 18 എന്ന് കിട്ടും. ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുമ്പോൾ മൈനസ് 18 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 18 എയും ബിയും സിയും ഒക്കെ കൃത്യമായിട്ട് കൊടുത്താൽ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac 4 എന്ന് കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് എൻ്റെ മക്കൾ ചെയ്ത് തന്നെ ശീലിക്കണം. ക്ലിയർ ആണല്ലോ? എക്സിന്റെ ഇക്വേഷൻ കൊടുക്കുക. അതിൽ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 18 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് എന്ത് കിട്ടിയടാ? 4 കിട്ടി. 4 കൊടുക്കുന്നു ബൈ 2 ഇൻറ്റു 1 2 എന്ന് കൊടുക്കുക. അതായത് എക്സിന് ഇവിടെയും 2 വാല്യൂസ് കിട്ടും. ഏതാ മക്കളെ? 18 പ്ലസ് √4 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2/2. ക്ലിയർ ആണല്ലോ? എക്സ് ഈക്വൽ ടു 18 മൈനസ് 2/2, അങ്ങനെ 2 വാല്യൂസ് ആണ് കിട്ടുക. സോ എക്സ് ഈക്വൽ ടു 18 പ്ലസ് 2 20 ആണ്, 20/2 10 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 18 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 16 ആണ്, 16/2 8 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ 2 വാല്യൂസ് നമുക്ക് എക്സിന് കിട്ടി. എക്സ് ഈക്വൽ ടു 10 എന്നും കിട്ടി, എക്സ് ഈക്വൽ ടു 8 എന്നും കിട്ടി. ഇതാണ് നമ്മുടെ എക്സിന്റെ വാല്യൂസ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് മക്കളെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് നമ്മുടെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ്. കൃത്യമായിട്ട് എക്സ് എത്ര കിട്ടി? 10 എന്നും, യെസ് ബ്രെഡ്ത്ത് നമുക്ക് 8 എന്നും ആൻസർ കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടുക, ലെങ്ത് എക്സ് ആണല്ലോ, ലെങ്ത് ഈക്വൽ ടു എക്സ് ആണ്. എക്സ് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഓക്കെ, ബ്രെഡ്ത്ത് എന്താ മക്കളെ? 18 മൈനസ് എക്സ് ആണ്. അപ്പോൾ 18ൽ നിന്ന് 10 കുറച്ചാൽ ആൻസർ എന്തായിരിക്കും? 8 ആയിരിക്കും കിട്ടുക. ക്ലിയർ ആണല്ലോ? ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് നല്ലവണ്ണം മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും നല്ലവണ്ണം എഴുതി പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നന്നായിട്ട് മാർക്ക് മേടിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.